ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തക്കിലേക്ക് എന്ന പരമ്പരയുടെ സൂപ്പർ അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനി മുതൽ എത്തുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ നികേഷിൻ്റെ ജീവിതത്തിൽ വലിയ തിരിച്ചടികളാണ് വരും ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനോടൊപ്പം നിധിക്ക് ചില സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നിധി കാത്തിരുന്ന ആ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സന്തോഷകരമായ നിമിഷമുണ്ട്. എങ്കിലും നമ്മുടെ നികേഷിൻ്റെ ജീവിതത്തിലെ ആ തിരിച്ചടികളാണ് പ്രേക്ഷകരായി നമ്മളെ കരയിപ്പിച്ചത്. മറ്റൊന്നുമല്ല, ഇതുവരെയും നികേഷ് കരുതിയിരുന്നത് തൻ്റെ ചേട്ടനാണ്, സ്വന്തം ചേട്ടനാണ് സുഭാഷ് എന്നും സുധീഷ് എന്നും ഹരീഷ് എന്നും ഒക്കെ ധരിച്ചിരുന്നു. എന്നാൽ നിധി കൊണ്ടുവന്ന ആ ഗിഫ്റ്റിനെ തുടർന്ന് ഒരു അന്വേഷണം നടത്തിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ നിധി ഒരു ഇൻഡക്ഷൻ കുക്കർ അവിടെ മേടിക്കുന്നുണ്ടല്ലോ, ആ ഇൻഡക്ഷൻ കുക്കർ മേടിച്ചതിന് ശേഷം അതിൽ വെക്കാൻ പാത്രമില്ലാത്തതുകൊണ്ട് മച്ചിൻ്റെ മുകളിൽ കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ ആ മച്ചിൻ്റെ മുകളിൽ നിന്ന് ആ പാണ്ടക്കെട്ടുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ചാക്കുകെട്ടുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ആ സത്യം നികേഷ് കണ്ടുപിടിക്കുകയാണ്. കാരണം തൻ്റെ അമ്മയല്ല സുഭാഷിനെയും സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും അമ്മയെന്ന് തിരിച്ചറിയുകയും അതിനുശേഷം താൻ അവിടെ ആരുമല്ല, തൻ്റെ ഒരമ്മ പെറ്റ മക്കളല്ല, എനിക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല എന്നൊക്കെ ധരിച്ച് നികേഷ് ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ അത് സഹിക്കുവാൻ വയ്യാതെ സുഭാഷും ഹരീഷും സുധീഷും ഒക്കെ പോയി അന്വേഷിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന നികേഷിനെ കാണാം. അതിനുശേഷം നികേഷിനെ സന്തോഷപ്പെടുത്തുവാൻ വേണ്ടി ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു. അവിടെ ആ ടൂർ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷേ അവിടെയും ആ കുടുംബത്തിന് മൊത്തം വലിയ തിരിച്ചടികളും സങ്കടകരമാകുന്ന അവസ്ഥയും ഉണ്ടാകുകയാണ്. അത് നിധിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും ഭാഗത്തു നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. അതിനുശേഷം നടക്കാൻ പോകുന്നത് അവിടുന്ന് ആ ടൂർ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ടൂർ കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് ശേഷം നിധിക്ക് വലിയൊരു സന്തോഷകരമാകുന്ന വാർത്തയാണ്. കാരണം ഇത്രയും നാൾ താൻ കാത്തിരുന്ന തൻ്റെ ജീവിതത്തിൽ നേടുവാൻ വേണ്ടി കുതിച്ചിരുന്ന ആ സംഭവം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയാണ്. കാരണം നിധിക്ക് ഒരു ജോലി ലഭിക്കുകയാണ്. ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയതിന് ശേഷം സുധീഷ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഭാഗം കാണാം. അല്പം കോഴിത്തരമുണ്ടെങ്കിലും ഒടുവിൽ നിധി എന്തെങ്കിലും ആയി തീരണമെന്ന് സുധീഷിനും ഒരു തോന്നലുണ്ടാകുകയും അതിലൂടെ നിധിയുടെ മനസ്സിൽ കയറി പറ്റുവാനും സുഭാഷിന് കഴിയുമെന്നൊരു ധാരണയിൽ നിധിക്ക് ഒപ്പം നിൽക്കുകയും അങ്ങനെ നിധിക്ക് ഒരു ജോലി ലഭിക്കുകയും അങ്ങനെ ജോലി ലഭിച്ചതിന് ശേഷം എല്ലാ ദിവസവും നിധിയെ കൊണ്ടുവിടാൻ വേണ്ടി സുധീഷ് ശ്രമിക്കുന്നെങ്കിലും പക്ഷേ നിധി സുധീഷിനെ ഒരിക്കലും അംഗീകരിക്കാതെ വരികയും അങ്ങനെ നികേഷിനെ കൂട്ടിക്കൊണ്ടു പോവുകയും നികേഷിനോടൊപ്പം നടക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന രംഗമുണ്ട്. അതിനൊടുവിൽ ഇടയ്ക്ക് നിധിക്ക് ചില പാഴ്ചകൾ ആ ജോലി സ്ഥലത്തുണ്ടാകുമ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധിയെ ആരോ തൻ്റെ മേലുദ്യോഗസ്ഥർ വഴക്ക് പറഞ്ഞ് കേട്ട് സുധീഷ് ഓടിച്ചെന്ന് ആ നിധിയുടെ ജോലി സ്ഥലത്ത് വെച്ച് വഴക്കുണ്ടാക്കുകയും ആ സ്റ്റാഫുകളോടും അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരോടും വഴക്കുണ്ടാക്കുകയും അത് നിധിക്ക് വലിയ ഒരു മൈനസ് പോയിന്റ് ആകുകയോ അല്ലെങ്കിൽ നിധി അപമാനിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതിനുശേഷം സുഭാഷുമായി നിധി വഴക്കുണ്ടാക്കുന്നു. അതിന് സങ്കടത്തിൽ നിധി ഒരുപാട് സുഭാഷിനെ കുറ്റം പറയുന്നുണ്ട്, അല്ലെങ്കിൽ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നാണമില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് സുഭാഷിനെ വഴക്ക് പറയുകയും അപമാനിക്കുകയും ചെയ്തപ്പോൾ ഒരു ദിവസം സുഭാഷിന് സങ്കടം സഹിക്കുവാൻ വയ്യാതെ പോയി മദ്യപിച്ചതിന് ശേഷം നിധിയുടെ റൂമിൽ കയറി വന്ന് നിധിയുടെ കട്ടിലിൽ കയറി കിടന്ന് നിധിക്കൊപ്പം അന്തി ഉറങ്ങുവാൻ ശ്രമിക്കുന്ന സുഭാഷും അതുപോലെ ഹരീഷും നികേഷും ഒക്കെ അടിച്ചിറക്കുന്ന ചില രംഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ സബ്സ്ക്രൈബൊക്കെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും റിയൽ വിശേഷവും അതുപോലെ അപ്കമിങ് വിശേഷവുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.